ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും രാത്രി ഡിന്നറിന് ധൈര്യമായി കഴിക്കാൻ പറ്റിയൊരു നല്ല നാടൻ ഓട്സ് ചിക്കൻ വെജിറ്റബിൾ സൂപ്പാണ്. ഇതിനായിട്ട് ഞാൻ എടുത്ത സാധനം എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് വേണ്ടതാണ് ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിൽ ചേർക്കുന്നത്. വെജിറ്റബിൾസ് ആണ് നമുക്ക് കൂടുതലായിട്ടും എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് ഓട്സ് ആണ് വേണ്ടത്. ഓട്സ് ഞാനൊരു അര കപ്പ് വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു 4 സ്പൂൺ അളവിലാണ് ഞാൻ ഓട്സ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ചിക്കനാണ്. ചിക്കൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. തോനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് ചിക്കന്. പിന്നെ വേണ്ടത് കോണാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ക്യാരറ്റ്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് നമുക്ക് എടുക്കാം. ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജ്. പിന്നെ എടുത്തേക്കുന്ന ബീൻസ്. പിന്നെ കൊച്ചുള്ളി ഒരു 3-4 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്ലി വെളുത്തുള്ളിയാണ് ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സൂപ്പിന് വേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ഇതിൽ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിനി ആദ്യം ഒന്ന് ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കണം. നമുക്ക് ചിക്കൻ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ ചിക്കൻ ഒന്ന് വേവിക്കാനായിട്ട് വെക്കാൻ. ചിക്കൻ ഇതുപോലെ ചെറിയ രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്തിട്ട് വേണം വേവിക്കാനായിട്ട്. അതിന് പെട്ടെന്ന് വെന്തും കിട്ടും. ചിക്കന് വലിയ വേവും ഇല്ലാത്തതില്ലേ, ഇവിടെ പെട്ടെന്ന് വെന്തും കിട്ടും. ഞാൻ വളരെ കുറച്ച് ചിക്കനാണ് എടുത്തേക്കുന്നത്. നമ്മളെടുക്കുന്ന സൂപ്പിന് അളവിനനുസരിച്ച് വേണം നമ്മൾ ചിക്കനും ചേർത്ത് കൊടുക്കാൻ. ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനൊന്ന് വേവിക്കാനായിട്ടൊന്ന് വെക്കാം. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ച വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ഈ ഒരു പാനിൽ നമ്മൾ ആദ്യം ഓട്സ് ഒന്ന് വറുത്തെടുക്കണവേ. ഒന്ന് നല്ല രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ സൂപ്പിന്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ സൂപ്പ് പലപ്പോഴും കോൺഫ്ലവറും അജീനാമോട്ടയൊക്കെ ചേർക്കാറുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ ഒരൊറ്റ തുള്ളി പോലും ശരീരത്തിന് ദോഷം ചെയ്യാത്ത രീതിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ടൊരു ട്രിക്ക് ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഓട്സ് ഒന്ന് വറുത്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്ത അതേ പാനിൽ തന്നെ നമുക്ക് ഇനി 1 സ്പൂൺ അളവിൽ, ഒരുപാട് ഓയിൽ വേണ്ട, 1 സ്പൂൺ അളവിൽ ഞാൻ എടുത്തേക്കുന്നത് ഒലിവ് ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അതുമല്ല സാധാരണ വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. 1 സ്പൂൺ അളവിൽ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളിയാണ്, ഒരല്ലി വെളുത്തുള്ളിയാണ്, തോനെ നമ്മൾ എടുത്തിട്ടില്ല. അത്യാവശ്യം ഒരല്ലിയുടെ വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് എടുത്തു വെച്ച എല്ലാ വെജിറ്റബിൾസും ഇതിൽ ചേർത്ത് കൊടുക്കാവേ. ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ഹെൽത്തി. പിന്നെ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, കോണ്, ക്യാബേജ് എല്ലാം അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയിലെല്ലാം നല്ല രീതിയിൽ വൈറ്റമിനുകൾ സമ്പന്നമാണ്. സാധാരണ കുട്ടികളൊന്നും വെജിറ്റബിൾസ് ഒന്നും കണ്ടാൽ കഴിക്കത്തില്ലേ. എന്നാൽ ഇങ്ങനെ ഒരു സൂപ്പ് ആക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിലുള്ള വെജിറ്റബിൾസ് എല്ലാം അവർ കഴിക്കുകയും ചെയ്യുവേ. ഇതിൽ നമുക്ക് ഇഷ്ടാനുസരണമുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. ബ്രക്കോളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കുവേ. ശരീരത്തിന് ആവശ്യമായ നല്ല ഫൈബറും ഇതിൽ നിന്നും കിട്ടുവേ. ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേണം നമ്മളിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാൻ. കുറച്ച് സമയത്ത് മാത്രം നമ്മളിത് വഴറ്റിയെടുത്താൽ മതി. നമ്മളിട്ട വെജിറ്റബിൾസിൻ്റെയൊക്കെ കളറ് മാറാതെ രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം നമ്മളൊന്ന് വഴറ്റിയെടുക്കുന്നത് ആ ഒലിവ് ഓയിലിൽ. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഈ ഒരു വെജിറ്റബിൾസ് വേവാനായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ സൂപ്പിന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മളതുകൊണ്ട് ചിക്കൻ വേവിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടെ വെച്ച് വേണം നമ്മൾ വേവിക്കാൻ. അന്നേരം ചിക്കൻ വെന്ത് വരുമ്പോൾ ആ വെള്ളം നമ്മൾ കളയരുത്. ഇതുപോലെ അത് വെജിറ്റബിൾസിലോട്ട് ഒഴിച്ചു കൊടുത്ത് വേണം നമ്മൾ വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് വേവാനായിട്ട് വെക്കാവേ. നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നോക്കുന്നത് കലോറി കുറഞ്ഞതും എന്നാൽ വയറ് നിറയുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഈ ഓട്സ് സൂപ്പറാണ്, അങ്ങനെയുള്ള ഒന്നാണ്. ഇതിൽ നമ്മൾ ഒരുപാട് എണ്ണയോ മസാലകളോ ഒന്നും ചേർക്കുന്നില്ല.
ദാ അങ്ങനെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഓട്സ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി അങ്ങ് നല്ല രീതിയിൽ അങ്ങ് പൊടിഞ്ഞും പോകരുത്. എന്നാൽ ഒരു തരി വേണം. ദാ ഇതിലേക്ക് നമുക്ക് ഇനി ഓട്സ് ചേർത്ത് കൊടുക്കാവേ. ഓട്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കട്ടയാവരുത്. കട്ട പിടിക്കാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഓട്സിലുള്ള ബീറ്റ ഗ്ലൂക്കണ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണേ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇത് ഒന്ന് ഓട്സൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെക്കും. ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്തിന് ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണവേ. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾ ഒന്ന് വഴറ്റിയ സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം ഉപ്പ് ആവശ്യമാണെങ്കിൽ മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഒന്ന് തിള വരുമ്പോഴത്തേക്കിന് ഇതിൽ നമ്മൾ ചേർക്കുന്ന ഒരു പൊടി മാത്രം കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. വണ്ണം കുറയ്ക്കാൻ നോക്കുമ്പോൾ പലർക്കും ഉള്ളൊരു വലിയൊരു പരാതിയാണ് മുഖത്തും ശരീരത്തും ക്ഷീണം. എന്നാൽ ഈ സൂപ്പിൽ നിന്ന് ശരീരത്തിന് ആവശ്യമായ അത്രയും പ്രോട്ടീനും വിറ്റാമിനുകളും ഒന്നിച്ച് കിട്ടുന്നത് കൊണ്ട് ഒട്ടും തളർച്ചയൊന്നും ഇല്ലാതെ നമുക്ക് വണ്ണം കുറയ്ക്കാൻ സാധിക്കുവേ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് എനർജി ഡ്രിങ്കാണ് ഈ സൂപ്പ്. ഇതിൽ ചേർത്തിരിക്കുന്ന ക്യാരറ്റ്, ക്യാബേജ് എന്നിവയിലൊക്കെ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, സി എന്നിവ കുട്ടികളുടെ കാഴ്ചശക്തിക്കും പ്രതിരോധ ശേഷിക്കും ഒക്കെ നല്ലതാണ്, ഒരുപാട് നല്ലതാണ്. കൂടാതെ ചിക്കനിലുള്ള പ്രോട്ടീന് കുട്ടികളുടെ നല്ല ശാരീരിക വളർച്ചയ്ക്കും എല്ലുകളുടെ ബലത്തിനും സഹായിക്കുകയും വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴോ കടയിൽ നിന്ന് വാങ്ങുന്ന ജങ്ക് ഫുഡുകൾ കൊടുക്കുന്നതിന് പകരം ഈ ചൂട് സൂപ്പ് കൊടുത്തു നോക്കുക, അവർക്ക് നല്ല ഇഷ്ടമാകും. അതുപോലെ തന്നെ ഈ പ്രായമായവർക്ക് രാത്രി ചോറും ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ ദഹനക്കുറവ് ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ ഓട്സ് സൂപ്പ് വളരെ ലൈറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ദഹിക്കും. മാത്രമല്ല ഇതിൽ ഉയർന്ന ഫൈബർ കണ്ടന്റ് ഉണ്ട്. മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ മാറ്റാനും സഹായിക്കുകയും പ്രമേഹം ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും ഒക്കെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ പക്ക ഹെൽത്തിയും ടേസ്റ്റിയുമായ ഓട്സ് ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. ഹോട്ടലിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഗുണമാണ് നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. ഡയറ്റ് ചെയ്യുന്നവർ മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഹെൽത്തിയാണ്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാം നല്ലതാണ്. ഇത് നല്ല ഇമ്മ്യൂണിറ്റി പവർ നൽകുന്നുണ്ട്, ഹെൽത്തിയാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ഈ ഓട്സിലുള്ളത്. അതുപോലെ നമ്മളിതിൽ ചേർത്തേക്കുന്ന വെജിറ്റബിൾസിലായാലും നമ്മൾ അവസാനമായി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഈ മഴക്കാലത്തും തണുപ്പത്തും ഒക്കെ തൊണ്ടയ്ക്ക് വേദനയോ ജലദോഷമോ ഉള്ള സമയത്തും ഒക്കെ ഈ ഒരു ചൂട് കുരുമുളകിട്ട ഈ ഒരു സൂപ്പ് കുടിക്കുന്നതും നല്ലതായിരിക്കുമേ. നമ്മൾ ലൈറ്റായിട്ടുള്ളൊരു ഫുഡ് കഴിക്കേണ്ട സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു സൂപ്പ് വെച്ച് കഴിച്ചാൽ അത്രയും ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.